ബിജി ഇപ്പം ബിജി ആണെങ്കിൽ ആൾക്കാരുടെ രൂപം മാറ്റിക്കളയുന്ന ആളാ. ഇപ്പം ഹെയറൊക്കെ ഒരു പരിവാക്കിയത് വിജയുടെ ഗവേഷണം ഈ രംഗത്ത് എങ്ങനെ നടക്കുന്നു? ശരിക്ക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത് ഭയങ്കര ഫാസ്റ്റ് ഇൻഡസ്ട്രിയാണ്. അന്നേരം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും സമയമില്ല എന്ന് നടിക്കുന്നു, എല്ലാവർക്കും സമയമുണ്ട്. പക്ഷെ അവരെല്ലാം ഡിജിറ്റൽ യുഗത്തിൻ്റെ അടുത്താണ്. ഇപ്പൊ റീൽസ് കാണുന്നുണ്ട്, അത് കണ്ടിട്ട് പോയി ചെയ്യുന്നുണ്ട്. അവരുടെ ഹെയറിനെ കുറിച്ച് ബോധേടല്ല. അന്നേരം എന്താ സംഭവിക്കുന്ന കുറച്ച് നെഗറ്റീവ്സ് വരും അവിടെ. കാര്യം ഇത് ഡിജിറ്റലൈസ് ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ പോയി, അവർക്കൊട്ടും സമയമില്ലാത്തതുകൊണ്ട് പല പല സ്ഥലങ്ങളിലും പോകും. അവിടെ എല്ലാം ഈ ഇൻവെസ്റ്റേഴ്സാണ്. ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരുടെ സെയിലിംഗ് മാത്രം നടന്നാൽ മതി. ഇൻവെസ്റ്റേഴ്സ് എന്താ ഉദ്ദേശിച്ചത്? അതായത് സലൂണിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരാണ് സലൂൺ തുടങ്ങുന്നത്. ഇപ്പൊ ആർക്കും തുടങ്ങാനായി. പണ്ട് ചിലതൊക്കെ ചില തുടങ്ങാവുന്നുണ്ട്, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇല്ല എല്ലാവരും തുടങ്ങും. അതെ, അതനുസരിച്ച് ഒരുപാട് അവിടേക്ക് എന്ത് കാട്ടിക്കൂട്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരുപാട് ഹെയർ ഇംപ്ലാന്റുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഒരുപാട്. എന്നോട് തന്നെ പല ആൾക്കാരും പറഞ്ഞു അവിടെയൊക്കെ മുടി കൊഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് കുത്തി തിരികെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഉള്ള അത് പല സലൂൺസിലും PRP എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്. എന്താ അതിന്റെ ഈ പ്ലാസ്മ എടുത്ത് ഇഞ്ചെക്ട് ചെയ്യാന്ന് പറയുന്ന ഒരു ഹെയർ ഗ്രോത്തിന് വേണ്ടി ഇപ്പൊ സലൂൺസിൽ ചെയ്യുന്നുണ്ട്. ഇംപ്ലാന്റിംഗ് പരിപാടിയെല്ലാം ബിജി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ചെയ്യാറില്ല. അതൊക്കെ ഡോക്ടർ ചെയ്യാത്ത ഏതൊക്കെയാ? ഞങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ, ഞങ്ങൾ ഹെയർ സ്റ്റൈലിങ്ങും പിന്നെ മേക്ക് ഓവേഴ്സ് ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കുന്നത്. ഒരുപാട് താരങ്ങളെയൊക്കെ ഷേപ്പ് ചെയ്ത ആളല്ലേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചില കിസ്മത്ത് പണികളൊക്കെ കാണിച്ചു കൊടുക്കുമെന്ന് ചോദിക്കുക. അല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരിക്കലും നമ്മളുടെ ഫീൽഡ് ആയിരിക്കത്തില്ല അത്. ഡോക്ടേഴ്സ് ചെയ്യുന്ന എപ്പോഴും ഡോക്ടേഴ്സല്ലേ ചെയ്യാവൂ, ഞങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങൾ ചെയ്യണം. അപ്പോൾ ശരിക്കും മെഡിക്കലി നോളജ് ഇല്ലാതെ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് സ്വാഭാവിക. അത് ശരിക്കും നമ്മൾ പാലിക്കുന്നുണ്ടോ? ഞങ്ങൾ പാലിക്കുന്നുണ്ട്. ശരിക്കും നമ്മളുടെ ഗവൺമെൻറ് അതിൽ സ്ട്രോങ് അല്ല. ഗവൺമെൻറ് സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് എവിടെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ കൊടുക്കുക. അങ്ങനത്തെ ഉള്ളവർക്ക് ലൈസൻസ് കൊടുക്കാതിരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.